ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് അമ്മച്ചി പറഞ്ഞു തന്ന നല്ല അടിപൊളി ഉണക്കമീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല രുചിയാണ് ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാം. രേഷ്മാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ഉണക്കമീൻ എടുത്തിട്ടുണ്ട്. ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഇതുപോലത്തെ കഷ്ണമീൻ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8 ചെറിയ ഉള്ളിയും 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് അതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ്. അതെന്തായാലും ചേർക്കണം, നല്ല ടേസ്റ്റാണ് തേങ്ങാക്കൊത്ത് ഇതിൽ ചേർക്കുമ്പോൾ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എരിവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം മാത്രം മതി, ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഇതുപോലെ 2 ചെറിയ കഷ്ണം കൊടംപുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്ക് ഉണക്കമീനിൽ തന്നെ ധാരാളം ഉപ്പുള്ളത് കൊണ്ട് ഞാൻ വേറെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇവ നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഒരു 6 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്നെടുക്കുകയാണ്. നമ്മുടെ കറിയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും തുറന്ന് വെച്ച് തന്നെ ഞാനൊരു 5 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഉണക്കമീൻ വേവാനൊന്നും ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്തോളും. അങ്ങനെ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഉണക്കമീൻ്റെ കറി ഇത് നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇവ നല്ല വറ്റി വരുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പി തന്നെയാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അവസാനമായി ഞാൻ ഇതിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഉണക്കമീൻ വറ്റിച്ചതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.